ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആ ഡൈനോസറിന് ഇത്ര ചെറിയ കൈകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? കാണുമ്പോൾ തമാശയായി തോന്നാമല്ലേ? പക്ഷേ ഇതിന് പിന്നിലെ സത്യം അമ്പരപ്പിക്കുന്നതാണ്. ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ വേട്ടക്കാരിലൊന്നായിരുന്നു ടൈറനോസോറസ് റെക്സ് (ടി-റെക്സ്). കൂറ്റൻ ശരീരം, മൂർച്ചയുള്ള പല്ലുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള കടിക്കാനുള്ള ശേഷി, ഇതെല്ലാം അതിനുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് ഇത്ര ചെറിയ കൈകൾ? ആദ്യത്തെ കാര്യം, ആ കൈകൾ ഒന്നിനും കൊള്ളാത്തവയായിരുന്നില്ല. സത്യത്തിൽ അവയ്ക്ക് വലിയ കരുത്തുണ്ടായിരുന്നു. ഓരോ കൈക്കും ഏകദേശം 100 കിലോയിലധികം ഭാരമുയർത്താൻ കഴിയുമായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. അതായത് ഒരു ഭാരമേറിയ ബൈക്ക് ഒരു കൈകൊണ്ട് ഉയർത്തുന്നത് പോലെ. ഇരയെ പിടിച്ചു നിർത്താനോ അടുത്തുള്ള ആക്രമണങ്ങൾക്കോ ഇവ സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്: ടി-റെക്സിന് വലിയ കൈകളുടെ ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ പ്രധാന ആയുധം കൂറ്റൻ താടിയെല്ലുകളായിരുന്നു. ഒറ്റക്കടി കൊണ്ട് എല്ലുകൾ പോലും എളുപ്പത്തിൽ പൊടിക്കാൻ അതിന് കഴിയുമായിരുന്നു. അതിനാൽ മറ്റു ഡൈനോസറുകളെപ്പോലെ കൈകൾ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ കരുത്തിനായി ടി-റെക്സ് അതിൻ്റെ വായയെ ആശ്രയിക്കാൻ തുടങ്ങി. ഇവിടെയാണ് പരിണാമം അഥവാ എവല്യൂഷൻ വരുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കാര്യമായി ഉപയോഗമില്ലാത്ത ശരീരഭാഗങ്ങൾ ചെറുതാകാൻ തുടങ്ങും. അങ്ങനെ ടി-റെക്സിൻ്റെ തലയും കടിക്കാനുള്ള ശക്തിയും കൂടിയപ്പോൾ കൈകൾ ചെറുതായി വന്നു. മറ്റൊരു രസകരമായ സിദ്ധാന്തം കൂടിയുണ്ട്. കൈകൾ ചെറുതായതുകൊണ്ട് വേട്ടയാടുമ്പോൾ പരിക്കേൽക്കാനുള്ള സാധ്യതയും കുറഞ്ഞു. പല ടി-റെക്സുകൾ ഭക്ഷണത്തിനായി പോരാടുമ്പോൾ വലിയ കൈകളാണെങ്കിൽ അവയ്ക്ക് എളുപ്പത്തിൽ പരിക്കേൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെറിയ കൈകൾ ഒരു അബദ്ധമായിരുന്നില്ല. അവ അതിജീവനത്തിനായുള്ള ഒരു കൃത്യമായ രൂപകൽപ്പനയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ടി-റെക്സിന് വലിയ കൈകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ തടയാൻ ആർക്കെങ്കിലും കഴിയുമായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.